1569 ഗ്രേറ്റ് ബൈബിൾ എന്ന പേരിൽ പുറത്തിറങ്ങിയ ബൈബിളിന്റെ ആ സമ്പൂർണ്ണ പതിപ്പിൽ മൈൽസ് കവർഡേൽ എഡിറ്റ് ചെയ്തത് എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത്. പുറംചട്ടയിലാകട്ടെ ഹെൻറി എട്ടാമന്റെയും അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രിയായ തോമസ് ക്രോംവെല്ലിന്റെയും ഫോട്ടോയും പതിപ്പിച്ചിരുന്നു. യഥാർത്ഥത്തിൽ ആ ബൈബിളിന്റെ ഉള്ളടക്കം വില്യത്തിന്റെ നിന്നും പൂർണ്ണമായും കടം കൊണ്ടതായിരുന്നു. പക്ഷേ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ആ പേര് പരാമർശിച്ചിരുന്നില്ല. 1611 ഇംഗ്ലീഷ് ഭാഷയെയും സംസ്കാരത്തെയും ഏറെ സ്വാധീനിച്ച കിങ് ജെയിംസ് ബൈബിൾ പുറത്തിറങ്ങുന്നത്. വിവിധ ലോക ഭാഷകളിലേക്കുള്ള ബൈബിൾ വിവർത്തനങ്ങൾക്ക് നിദാനവും പ്രചോദനവുമായ ഈ ബൈബിൾ പരിഭാഷയുടെ പുതിയ നിയമത്തിലെ 80% പഴയ നിയമത്തിലെ 70% ടിൻഡേലിന്റെ സംഭാവനയാണ്. ബൈബിൾ വിവർത്തനം മാത്രമല്ല, ടിൻഡേലിന്റെ വധത്തിന് പിന്നിലെ കാരണമെന്ന ചില വാദങ്ങളുണ്ട്. രാജ്ഞി കാതറിനെ ഉപേക്ഷിച്ച് ആനിബോളിനെ വിവാഹം ചെയ്യാനുള്ള ഹെൻറി എട്ടാമന്റെ നീക്കത്തെ തോമസ് മൂറിനെ പോലെ ടിൻഡേലും എതിർത്തു എന്ന രാഷ്ട്രീയ കാരണവും മാർട്ടിൻ ലൂതറിന്റെ പ്രൊട്ടസ്റ്റന്റ് ആശയങ്ങളുടെ പ്രചാരകനായി വർത്തിച്ചു എന്ന മതപരമായ ആരോപണവും ഈ വാദങ്ങൾക്ക് ബലം പകരുന്നവയാണ്. സത്യം അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാകണമെങ്കിൽ മാതൃഭാഷയിൽ അതിനെ അറിയാൻ അവസരമൊരുക്കണം എന്ന നിലപാടിലേക്ക് സഭ വർഷങ്ങൾക്ക് ശേഷം എത്തിച്ചേർന്നുവെങ്കിലും പേപ്പസിക്കെതിരെ ഉയർത്തിയ വെല്ലുവിളികളെ പരിഗണിച്ച് വില്യം ടിൻഡേലിനെ സഭ ഇന്നും ഒരു വിമതസ്വരമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. 2002 BBC ഏറ്റവും പ്രശസ്തരായ 100 ഇംഗ്ലീഷുകാരെ തെരഞ്ഞെടുക്കാനായി ഒരു സർവേ സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ 26ാം സ്ഥാനത്തേക്ക് വില്യം ടിൻഡേലിനെ തെരഞ്ഞെടുത്തുകൊണ്ട് ത്യാഗങ്ങളും തമസ്കരണങ്ങളും നിറഞ്ഞ ആ ജീവിതത്തിന് ഇംഗ്ലീഷ് ജനത ആദരവും അംഗീകാരവും നേർന്നു. എത്രയൊക്കെ അവഗണിച്ചാലും തള്ളി പറഞ്ഞാലും ഒന്നുറപ്പാണ്, നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിളിലെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ടിൻഡേൽ എന്ന മനുഷ്യന്റെ ശരീരത്തെ ദഹിപ്പിച്ച അഗ്നിയുടെ ചൂടുണ്ട്.